ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ടെറസിൻ്റെ മുകളിലുള്ള കൃഷിയൊക്കെ ഒന്ന് കാണിച്ചു തന്ന് അതിൽ നിന്നും കുറച്ചൊക്കെ പയറൊക്കെ പൊടിച്ച് ഇന്ന് ഉപ്പേരി വെക്കാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ടെറസിൻ്റെ മുകളിലുള്ള പയറൊക്കെ കുറച്ചൊക്കെ പൊട്ടിക്കുകയാണ്. നമുക്ക് പയറുപ്പേരി ഉണ്ടാക്കാം. നേരം വെളുത്ത് ഇങ്ങനെ വരുന്നുള്ളൂ കേട്ടോ. മക്കൾക്കൊക്കെ സ്കൂളുണ്ട്. അപ്പോൾ സ്കൂളിലേക്ക് ഉപ്പേരി കൊടുത്താക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് ടെറസിലേക്ക് കയറിയതാണ്. പയറുണ്ടോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നോക്കുമ്പോൾ പയറ് കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പൊട്ടിച്ചെടുക്കാം എന്ന് വിചാരിച്ചു. നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ടെറസിൽ അല്ലെങ്കിൽ താഴത്തായാലും എവിടെ ആയാലും കുഴപ്പമൊന്നുമില്ല, ഒരു 2, 3, 4, 5 ഗ്രോ ബാഗിലൊക്കെ ഒരു വിത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് ഉപ്പേരി വെക്കാനുള്ളതൊക്കെ ഒന്നരാടം കൂടുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ. അത് നമുക്ക് വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുക. അപ്പം നമ്മുടെ പയറൊക്കെ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഗ്രില്ലൊക്കെ അടച്ച് താഴത്തേക്ക് പോവാം. ഇതാ നമുക്ക് ഇത്രയും പയറാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ, ഒരു കോവക്കയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ട, ആകെ ഒരു കോവക്ക തന്നെയുള്ളൂ. ബാക്കി ഇതാ അത്രയും ചുവപ്പും പച്ചയൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. മുരിങ്ങടലയും ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു മുരിങ്ങാക്കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് പയറുപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളി അരിഞ്ഞ് പച്ചമുളക് കീറിയിട്ടിട്ട് അതിലേക്ക് നമ്മുടെ പയറും കായും ഇട്ടിട്ടുണ്ട് കേട്ടോ. പയറൊറ്റക്ക് വെച്ചാൽ തികയില്ല എന്ന് തോന്നുന്നത് കൊണ്ട് ഒരു 3 കായ ഇവിടെ ഇരുന്നിരുന്നു. അതും എടുത്തിട്ടുണ്ട്. കലക്കി പാർന്ന അപ്പം എന്നാണ് ഇതിന് ഞങ്ങളെ നാട്ടിലൊക്കെ പറയുക. നീർദോശ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളവിടെ എന്താ പറയുക എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കണ്ടോ, നല്ല തിന്നായിട്ട് കനമൊന്നുമില്ലാതെ നല്ല അടിപൊളി നീർദോശയാണ് ഇത്. നല്ല കഴിക്കാൻ സൂപ്പറാണ്. മക്കളാരും എണീറ്റിട്ടില്ല. ഞാനൊരു 5 മണിക്കൊക്കെ നീച്ച് നിസ്കാരവും നടക്കാൻ പോവലൊക്കെ കഴിഞ്ഞാൽ അടുക്കളയിൽ കയറും. മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ, മുട്ടക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട ഒന്നാകെ ഇട്ടിട്ടല്ല കേട്ടോ. മുട്ട ഉള്ളി വാട്ടിയിട്ട് ഉള്ളിക്കറി ഉണ്ടാക്കിയതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന കറിയാണ് ഇത്. നമ്മുടെ കട്ടൻ ചായയാണ്. കുറച്ച് ചായയെ ഞാൻ വെക്കാറുള്ളൂ. തോനെ ചായ വെച്ചാൽ അത് കഴിയോളം നമ്മൾ തന്നെ എടുത്ത് കുടിക്കും. അപ്പോൾ അങ്ങനെ കുടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ചായ വെച്ച ഓരോ ഗ്ലാസ്സല്ലേ കുടിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ ആയിട്ടുണ്ട്, തിളച്ചിട്ടുണ്ട്. മോനെ ഇപ്രാവശ്യം തിബിയാൻ ക്ലാസ്സിൽ സ്കൂളിൽ ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ അവനക്ക് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പൊരിച്ച കടിയാ പറ്റുള്ളൂ. ബേക്കറി ഒന്നും സ്നാക്സായി കൊടുത്തേക്കാൻ പറ്റില്ല. അതിനു വേണ്ടി കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ച് വെക്കാറാണ്. ചോറും പപ്പടമാണ് ഇന്ന് മോനക്ക് സ്കൂളിലേക്ക് ആക്കിയിരിക്കുന്നത്. അത് നമുക്ക് ബോക്സൊക്കെ ഒന്ന് അടച്ചു കൊടുക്കാം. ഇതാ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു 2 എണ്ണം എടുത്ത് അതിൻ്റെ പൾപ്പ് മാത്രം എടുത്ത് വെച്ചതാണ് സ്നാക്സ് ആക്കിയിരിക്കുന്നത്. എക്സ്ട്രാ ഒരു ഡ്രസ്സ് എപ്പോഴും ബാഗിൽ വെക്കണം. ചെറിയ കുട്ടികളായതുകൊണ്ട് ടിബിയാൻ ക്ലാസ് അല്ലേ, മൂത്രമൊക്കെ ഒഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സ് മാറ്റിയിട്ട് അവർ ബാഗിലുള്ള ഡ്രസ്സ് ഇട്ട് കൊടുക്കും. അതുപോലെ സ്നാക്സും ചോറും വെള്ളവും ഒക്കെ ആക്കിയിട്ടുണ്ട്. സ്കൂൾ ബസ് വരാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ. അവന് ഇങ്ങനെ കളിക്കണം. അപ്പോൾ മോനെ ഇങ്ങോട്ടൊന്ന് നോക്ക് എന്ന് പറഞ്ഞപ്പോൾ അവന് പിന്നാക്കം തിരിഞ്ഞ് നടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. സ്കൂൾ ബസ് വന്നു കേട്ടോ. അപ്പോൾ അവന് താത്താർക്കൊക്കെ ടാറ്റയൊക്കെ കാട്ടിയിട്ട് പോവുകയാണ്. കൂടെ വേണോ എന്ന് ഞാൻ വണ്ടി ഡ്രൈവറോട് ചോദിച്ചപ്പോൾ കൂടെ വേണ്ട, ഞാൻ അങ്ങോട്ട് ആക്കി കൊടുത്തോണ്ട് ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ വണ്ടി മാമന്നെയാണ് ക്ലാസ്സിലേക്ക് ആക്കി കൊടുക്കുന്നതും ക്ലാസ്സിൽ നിന്ന് വണ്ടിയിലേക്ക് എടുത്തുകൊണ്ടിരുന്നതൊക്കെ. ഇതെൻ്റെ ഫാദിയമോള് ഉണ്ടാക്കിയ ഒരു ബാഗാണ്. ക്രോസിങ് എന്താ ഇതിന് പേര് പറയാന്ന് എനിക്കറിയില്ല കേട്ടോ. അവള് ഉണ്ടാക്കിയതാണ് ഈ ബാഗ്. ഓൺലൈനിൽ നിന്നും മേടിച്ചതാണ്. ഇതിൻ്റെ നൂലും സാധനങ്ങളും സൂചിയൊക്കെ. അപ്പോൾ നല്ല ഭംഗിയുള്ള നല്ലൊരു ബാഗായിരുന്നു അത്. അപ്പോൾ അവൾ സ്കൂളിൽ പോവുകയാണ്. അപ്പോൾ അവൾ സലാം പറഞ്ഞിട്ട് സ്കൂളിൽ
പോയി. അപ്പോൾ അവളെ ഫ്രണ്ട്സൊക്കെ മുറ്റത്ത് അവിടെ റോട്ടിൽ നിൽക്കണ്ടേ, അവരൊക്കെ ഹായ് കാട്ടുകയാണ്, ഞാൻ വീഡിയോ എടുക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവരങ്ങനെ സ്കൂളിൽ പോയിട്ടോ. ഒരു കുട്ടി എന്താ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അവരൊക്കെ അത് ഷെയർ ചെയ്ത് കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അവരിങ്ങനെ പതുക്കെ പോവുകയാണ്. മഴക്കാലം ആയതുകൊണ്ട് റോഡിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്, വഴുക്കോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഈ കറുകപ്പുല്ല് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എത്ര പറിച്ചാലും ഈ കറുകപ്പുല്ല് പോകുന്നില്ല. അപ്പോൾ നമ്മുടെ മുരിങ്ങാക്കറി ഇവിടെ ആയിട്ടുണ്ട്. പരിപ്പിട്ടിട്ടാണ് നമ്മുടെ മുരിങ്ങാക്കറി വെച്ചിരിക്കുന്നത്. അപ്പോൾ മുരിങ്ങാക്കറിയുമായി നമ്മുടെ പയറും കായും ഉപ്പേരിയായി, കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴത്തേനും ചോറായി. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം. ഇനി നമുക്ക് ഇന്നലത്തെ തലേ ദിവസത്തെ 4 മത്തിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് കുട്ടികളൊക്കെ പോയി പാത്രമൊക്കെ ഒരുവിധം പരന്നിട്ടാണ് കിടക്കുന്നത്. സിങ്കൊക്കെ നിറഞ്ഞ് കിടക്കുന്നുണ്ട്. ഇന്നലെ രാത്രിക്ക് ഞാൻ പാത്രം മൂറിയിട്ടില്ലാത്ത കാരണം കൊണ്ടാണ് ഇത്രേ. അപ്പോൾ നമുക്ക് ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ കണ്ടോ, നമ്മുടെ അടുക്കള ആകെ പോലെ ആയിട്ടാണ് കിടക്കുന്നത്. നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ കണ്ടോ, ഫുള്ളായിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എല്ലാ പാത്രവും കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അടിക്കണം, തുടക്കണം, അതുപോലെ തിരുമ്പണം. അതൊക്കെയാണ് എൻ്റെ ഈ ഡേ ആൻഡ് മൈ ലൈഫിലെ പണികൾ. അത് കഴിഞ്ഞാൽ പണികളൊക്കെ കഴിഞ്ഞു. ഇതവിടെ തിരുമ്പിയത് 2 വട്ടം വെള്ളം കളഞ്ഞ് ഇട്ട് വെച്ചതാണിത്. ഇനി ഇത് ഉണക്കണതിലിട്ട് ഉണക്കിയിട്ട് ഉണക്കുക വേണ്ടുള്ളൂ. അപ്പോൾ എൻ്റെ മോളാണ് ഇന്ന് തുടക്കണത്. അവൾ വീട്ടിലുള്ളപ്പോഴൊക്കെ അവളാണ് തുടക്കാറ്. ക്ലാസ്സിന് പോകുമ്പോൾ പിന്നെ ഞാൻ തുടക്കും. തുടയൊക്കെ കഴിഞ്ഞ് വീട് ക്ലീനായി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വൃത്തിയാക്കിയിട്ട ദിവസങ്ങളിലൊന്നും ആരും നമ്മുടെ വീട്ടിലേക്ക് വരില്ല കേട്ടോ. ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 6 ദിവസം നമ്മൾ ക്ലീനാക്കി വീട് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടാവും. അപ്പോഴൊന്നും ആരും വരില്ല. ആ ഒരു ദിവസം നമുക്ക് വയ്യാതെ ഒന്ന് ക്ഷീണോ ഒക്കെ ഉള്ള ദിവസം നമ്മളൊന്ന് കിടക്കുകയോ ചെയ്തിട്ട് വൃത്തിയാക്കാത്ത ദിവസമാവും നമ്മുടെ വീട്ടിലേക്ക് ഉള്ള വിരുന്നേരും ഗസ്റ്റും എല്ലാവരും വരിക. നിങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്നും മേടിച്ച ചുമരിൽ ഒട്ടിച്ച ഒരു സ്റ്റിക്കറാണ് നിങ്ങൾക്ക് ആ ചുമരിൽ ഞാൻ കാണിച്ചു തന്നത്. ഇതൊക്കെയാണ് എൻ്റെ വീട്. കഴിഞ്ഞ പ്രാവശ്യം ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചപ്പോൾ ചിലർ പറഞ്ഞു ഫുള്ളായി കാണിച്ചില്ല എന്ന്. അപ്പോൾ ഫുള്ളായി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മോന് സ്കൂളിൽ നിന്ന് വിട്ട് വന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് കുളിപ്പിച്ച് കൊടുത്തിട്ട് ഇപ്പോൾ പോപ്പവും കൊടുത്തേക്കാണ് കേട്ടോ. കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡപ്പയിലാക്കിയിട്ട് കൊടുത്തേക്കണം. അപ്പോൾ അവന് പോക്കോൺ ഇരുന്ന് കഴിക്കണമുണ്ട്. അപ്പോൾ അവന് ആട്ടിക്കാട്ട് ഉമ്മ എന്ന് പറഞ്ഞിട്ട് ആട്ടി കൊടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് അവൻ്റെ താത്തൊക്കെ സ്കൂളിൽ നിന്നും വന്നപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരു മീനിങ്ങനെ, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ, ഇങ്ങനെ മീനിങ്ങനെ തൊള്ള പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിതിങ്ങനെ വെച്ചെടുക്കുമ്പോൾ അങ്ങനെ ഒരു ടോയ്സാണ് ഇത്. അപ്പോൾ അത് അവർ മത്സരിച്ച് കളിക്കുകയാണ്. ആരാണ് പെട്ടെന്ന് മീനെ പിടിക്കുക എന്ന് പറഞ്ഞിട്ട് അവർ ഇങ്ങനെ മത്സരിച്ച് കളിക്കുകയാണ്. അത്ര മീനെ പിടിക്കും, ഞാൻ അത്ര മീനെ പിടിക്കും എന്ന് പറഞ്ഞിട്ട് മത്സരിച്ച് കളിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇനി മക്കളോട് കുറച്ച് രസകരമായ കളിയും ചിരിയും അവരുടെ കുറച്ച് ടൈം നമുക്ക് കണ്ടിരിക്കാം. അത് പിടിക്കണ്ട
പെട്ടെന്ന് പിടിക്ക്. പെട്ടെന്ന് പിടിച്ചോട്ടോ. പാത്താക്കാൻ പാചകം എളുപ്പം വെച്ചു ഞാൻ എളുപ്പം പിടിച്ചോ. ഐസമ്മക്ക് 3 കിട്ടി. ആദ്യമൊക്കെ തോനെ കിട്ടിയിട്ടുണ്ട്. ഐസമ്മക്ക് കിട്ടി. എൻ്റെ കുട്ടിക്ക് കിട്ടി. വായ തുറക്കുമ്പോൾ പിടിച്ചോട്ടോ. കിട്ടി എന്നെ പിടിച്ചു. കിട്ടി. അങ്ങനെ അതിൻ്റെ മൗത്ത് ഇങ്ങനെ ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതിന് വെച്ചുകൊടുക്കണം. അപ്പം അതിൻ്റെ ഉള്ളിലെ കാന്തം അതിന് അത് തുറക്കണം. വായ തുറക്കണുണ്ടേ. അപ്പൊ പിടിക്ക്. വായ തുറക്കുമ്പോ വെച്ചെടുക്ക മോനോ. തോനല്ല പിടിച്ചോടെ. അപ്പൊ എനിക്കാവുന്നതിന് എന്നെ പിടിക്കണം. അയ്യാ കിട്ടിയല്ലോ. പ്രൊഫഷനായി മുട്ടി നിൽക്കാൻ പറ്റില്ല. അവനക്ക് കണ്ടില്ലേ, അവൻ തോൽക്കാരായി ഉണ്ടാക്കും. പട വാരിയിട്ട് അവൻ എൻ്റെ കണ്ടിട്ട് അങ്ങനെ അവൻ ജയിക്കും. ജയിച്ചോ? എന്നിട്ട് ജയിച്ചോ? എന്നിട്ട് ജയിച്ചോ? എന്നിട്ട് ജയിച്ചോന്ന്